നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തുടരെ 5 പരാജയങ്ങളോടെ PBKS അവരുടെ പ്ലേ ഓഫിലേക്കുള്ള കുതിപ്പ് സ്വയം സഡൻ ബ്രേക്ക് ഇട്ട രൂപത്തിലേക്ക് മാറ്റിയപ്പോൾ, ഇന്നലെ MI കൂടി പണി കൊടുത്തപ്പോൾ CSKക്ക് അത് അനുഗ്രഹമായി മാറിയിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരിക്കിൻ്റെ പിടിയിലേക്ക് വീണ്ടും വീണുപോയ CSKക്ക് കാര്യങ്ങൾ എളുപ്പവുമല്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്ലേ ഓഫ് ചാൻസസ് ഒന്ന് പരിശോധിക്കുകയാണ്. വിശദമായിട്ടുള്ള നൂലാമാലകൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനലൈസ് ചെയ്തുള്ളൊരു വീഡിയോ അല്ല, അത് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് ചാൻസുകൾ, പ്ലേ ഓഫ് ചാൻസസിൻ്റെ പേഴ്സൻറ്റേജ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് ചാൻസ് പേഴ്സൻറ്റേജസ്. LSG 11 കളി 6 പോയിൻ്റ്, എലിമിനേറ്റഡ് ആണ്. MI 12 കളി 8 പോയിൻ്റ്, എലിമിനേറ്റഡ് ആണ്. ഈ രണ്ട് ടീമുകളെ ഇപ്പോൾ ഒഫീഷ്യലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ഒക്കെ ഉള്ള കണക്കെടുക്കുമ്പോൾ പുറത്തായി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളൂ. DC 12 കളി 7 പോയിൻ്റാണ്. DCക്ക് ഇനി ഉണ്ടെന്നാണ് അവരുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ പറയുന്നത്. KL രാഹുലൊക്കെ പറയുന്നത് കേട്ടില്ലേ? അക്സർ പട്ടേലും പറയുന്നു, ഞങ്ങളൊരു ഡൽഹി ക്യാപിറ്റൽസ് ആണ്, അപ്പോൾ അതുകൊണ്ട് എന്തും ഞങ്ങളെ കൊണ്ട് സാധ്യമാവുമെന്ന്. ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ കരുതുന്നത് അവരുടെ ഒരു പ്ലേ ഓഫ് ചാൻസ് 0.2% മാത്രമാണെന്നാണ്. 0.2% സംഭവിക്കണമെങ്കിൽ അങ്ങനെ മിറക്കിൾ നടക്കണം. KKR ഒരു തുടക്കത്തിലെ തിരിച്ചടിയിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്തതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ കളിയിൽ പണി കിട്ടി. അപ്പോൾ എന്തായി എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ 11 കളി 6 പോയിൻറ്റുമായിട്ട് നിൽക്കുന്ന KKRന് വല്ല സാധ്യതയുണ്ടാന്ന് ചോദിച്ചാൽ 1% സാധ്യതയാണ് കാണുന്നത്. പ്ലേ ഓഫിലേക്ക് എത്താൻ ഒരേ 1%. രാജസ്ഥാൻ റോയൽസ് 11 കളി 12 പോയിൻ്റ്, 6ാം സ്ഥാനത്ത്. സാധ്യത, പ്ലേ ഓഫ് സാധ്യതയുണ്ടാ? ഉണ്ട്, നല്ല സാധ്യതയുണ്ട്. പക്ഷെ അത് പൊലിപ്പിച്ചെടുക്കാൻ അവരൊന്ന് പാടുപെടും. 36% അവരുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കപ്പെടുന്നത്. PBKS തുടർച്ചയായി 5 കളി പൊട്ടിയ ടീമിനൊക്കെ എന്ത് സാധ്യതയോ എന്നായിരിക്കും ചോദിക്കാനുണ്ടാവുക. പക്ഷേ തുടക്കത്തിൽ കുറേ കളി തുടർച്ചയായി ഇതേപോലെ ജയിച്ചല്ലോ, 6 കളി ജയിച്ചല്ലോ. പിന്നെ ഒരു കളി മഴ പെയ്തു പോയൊരു പോയിൻ്റും ഉണ്ടല്ലോ, 13 പോയിൻ്റ്. ഇപ്പോഴും ടോപ്പ് 4 നിൽപ്പാണ്. അപ്പോൾ അവർക്ക് 43% പ്ലേ ഓഫ് സാധ്യത കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ CSK 11 കളി 12 പോയിൻ്റ്, എന്ന് ജയിച്ചാൽ 14 പോയിൻ്റ് ആവും, ടോപ്പ് 4 എത്തും. പക്ഷെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അവരെ വല്ലാതെ വലക്കുന്നു. എന്നാലും ഇപ്പോൾ PBKSനേക്കാൾ ഒരു പൊടിക്ക് ഒരു പൊടിക്ക് അടങ്ങുക എന്നുള്ളതല്ല, ഒരു പൊടിക്ക് സാധ്യത ഇപ്പോഴുള്ളത് CSKക്കാണ്. 45% പ്ലേ ഓഫ് സാധ്യത. പ്ലേ ഓഫ് സാധ്യതയിൽ 4ാമതാണ് CSK എന്ന് വേണമെങ്കിൽ പറയാം. അത് വെച്ചിട്ട് SRH 12 കളി 14 പോയിൻ്റുമായിട്ട് നിൽക്കുന്ന ടീമാണ്. SRHന് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ GT വലിയ രൂപത്തിലുള്ള ആഘാതമാണ് ഏൽപ്പിച്ചത്. അതവരുടെ നെറ്റ് റൺ റേറ്റിന് വലിയ രൂപത്തിൽ ഡാമേജ് ഉണ്ടാക്കി. ബട്ട് സ്റ്റിൽ 77% പ്ലേ ഓഫ് സാധ്യത കണക്കാക്കപ്പെടുന്നു. 77%. GTയോ വല്ലാത്തൊരു കുതിപ്പാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 99% GTക്ക് പ്ലേ ഓഫ് സാധ്യത. RCBക്കും 99%. ഇതാണ് ഏറ്റവും പുതിയ പ്ലേ ഓഫ് സെനാരിയോയുടെ ചാൻസുകൾ. മറ്റ് സെനാരിയോസ് വെച്ചിട്ട് അവിടെ ജയിച്ചാലെന്ത്, ഇവിടെ തോറ്റാലെന്നൊക്കെ നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് പറഞ്ഞ് ചടപ്പിക്കാതെ. കാരണം നിങ്ങൾക്കറിയാലോ, പലർക്കും ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോൾ അതങ്ങ് കേൾക്കാനും അത്ര സുഖകരമല്ല, ക്യാച്ച് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പേഴ്സൻറ്റേജ് പറയുമ്പോൾ ഈസിയായി. RCBക്ക് 99% പ്ലേ ഓഫ് സാധ്യത, GTക്ക് 99% പ്ലേ ഓഫ് സാധ്യത, SRHന് 77% പ്ലേ ഓഫ് സാധ്യത, CSKക്ക് 45% പ്ലേ ഓഫ് സാധ്യത, PBKSന് 43% പ്ലേ ഓഫ് സാധ്യത, RRന് 36% പ്ലേ ഓഫ് സാധ്യത, KKRന് 1% സാധ്യത, DCക്ക് 0.2% സാധ്യത. MI and LSG എലിമിനേറ്റഡ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.